കരുതലും പ്രചോദനവും നിറച്ച വാക്കുകളുമായി എത്തി മമ്മൂട്ടി കുട്ടികളുടെയും കൊല്ലം ജനതയുടെയും ഹൃദയം തൊട്ടു. നിറഞ്ഞ കയ്യടിയോടെ കൗമാരലോകം മഹാനടനെ വരവേറ്റു. വിവേചനങ്ങളില്ലാത്ത കലയുടെ മഹാലോകമാണ് കലോത്സവമെന്ന് മമ്മൂട്ടി പറഞ്ഞു. കൊല്ലംകാരെ എല്ലാവരെയും കൂടെ അങ്ങ് പ്രോത്സാഹിപ്പിച്ച് നമ്മൾ നന്നാക്കാം, അങ്ങനെ പാടില്ല, അങ്ങനെ ചെയ്തില്ല. അത് തന്നെ ഈ കൊല്ലംകാരുടെ മഹത്വമായിട്ട് തന്നെയാണ് കാണുന്നത്. ഈ മനസ്സാണ് നമ്മുടെ കേരളം, ഇതാണ് നമ്മൾ മലയാളികൾ, ഇതാണ് നമ്മൾ കേരളീയർ. നിറഞ്ഞു കവിഞ്ഞ ആശ്രാമ മൈതാനം കാതടുപ്പിക്കുന്ന കരഘോഷത്തോടെ മമ്മൂട്ടിയെ സ്വീകരിച്ചിരുത്തി. മമ്മൂട്ടിക്കായി മുകേഷ് MLA ചിരിയിൽ പൊതിഞ്ഞ ആമുഖം. 41 കൊല്ലങ്ങൾക്ക് മുമ്പ് ഇവിടെ കൊല്ലത്ത് കാർത്തിക ഹോട്ടലിൽ അദ്ദേഹം താമസിച്ച് ബലൂൺ എന്ന ചിത്രത്തിൽ ഡോക്ടർ BA രാധാകൃഷ്ണൻ്റെ ഫിയറ്റ് കാറിൽ രാവിലെ ഹോട്ടലിൽ നിന്ന് വന്ന് എന്നെ വീട്ടിൽ നിന്ന് വിളിച്ച് പുത്തൂർ എന്ന സ്ഥലത്തേക്ക് ഷൂട്ടിങ്ങിന് പോയിക്കൊണ്ടിരുന്നപ്പോൾ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എൻ്റെ ഈ സ്ക്രിപ്റ്റിൽ അദ്ദേഹം ഇന്ത്യയുടെ മഹാനടനായിട്ട് വരുമ്പോൾ ഞാൻ MLA ആയിട്ട് വന്നിവിടെ അദ്ദേഹത്തിനെ ക്ഷണിക്കുമെന്ന്. അടുത്ത നിമിഷം നടക്കുന്ന എന്താന്ന് പോലും നമുക്കറിഞ്ഞുകൂടാ. വയസ്സ് 10-90 പറഞ്ഞ് പതിവ് മമ്മൂട്ടി സ്റ്റൈലിൽ തുടക്കം. സ്കൂൾ യുവജനോത്സവത്തിൻ്റെ സമാപന സമ്മേളനത്തിൽ എന്നെ ക്ഷണിച്ചപ്പോൾ ഇതൊരു യുവജന ഉത്സവമാണ്. എന്നെപ്പോലെയുള്ള ഒരാൾക്ക് ഈ യുവജനങ്ങളിൽ എന്ത് കാര്യമെന്ന് ഞാൻ ആലോചിച്ചു. മിനിസ്റ്റർ നിർബന്ധിച്ച് പറഞ്ഞു, നിങ്ങളാണ് ഈ പരിപാടിക്ക് പറ്റിയ യോഗ്യനായ ആൾ. അല്ല, അദ്ദേഹം കണ്ടുപിടിച്ചത് ഞാനിപ്പോഴും യുവാവാണെന്നുള്ളതാണ്. പക്ഷേ അത് കാഴ്ചയിലേ ഉള്ളൂ കേട്ടോ. വയസ്സ് 10-90. മഴ മൂടി നിന്ന മാനം നോക്കി ആധിയോടെ വാക്കുകൾ. ഇത്രയും വലിയ ജനക്കൂട്ടം കാണുമ്പോൾ എനിക്ക് വലിയ പരിഭ്രമമുണ്ട്. ഒന്ന്, ഞാൻ നിങ്ങളെല്ലാവരെയും സന്തോഷിപ്പിക്കണം എൻ്റെ വാക്കുകൾ കൊണ്ട്. 2, മഴ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ ഉരുണ്ടുകൂടി നിൽപ്പുണ്ട്. ഈ ജനസമൂഹം മഴ വരുമ്പോൾ അങ്കലാപ്പായി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയാൽ എന്തെങ്കിലും സംഭവിക്കുമെന്നുള്ള പേടി എനിക്കുണ്ട്. ഇക്കുറി വിജയം തൊടാത്തവരോട് അനുഭവക്കരുത്തിൽ മമ്മൂട്ടി പറഞ്ഞു. കലാപരിപാടികളുടെ വിജയപരാജയങ്ങൾ ഒരിക്കലും നമ്മുടെ കലാപ്രവർത്തനങ്ങളെ ബാധിക്കരുത്. അതിന് പ്രധാന കാരണം നമ്മൾ അവതരിപ്പിക്കുന്ന കലാപ്രകടനം അതൊരു പ്രകടനം മാത്രമാണ്. ആ ഒരു പ്രകടനത്തിൽ നമ്മുടെ ജയാപജയങ്ങൾ മറ്റുള്ളവരൊപ്പം എത്താൻ സാധിച്ചില്ല എങ്കിൽ കൂടി നമ്മുടെ കലാപരമായ കഴിവുകൾക്കൊരു കോട്ടവും സംഭവിക്കാൻ പോകുന്നില്ല. നമ്മളത് കാലാകാലങ്ങളായി ഞാൻ പറഞ്ഞതുപോലെ തേച്ചു മിനുക്കി വളർത്തി മിനുക്കിയെടുത്ത് നമ്മൾ വീണ്ടും വലിയ വലിയ കലാകാരന്മാർ തീരുകയുള്ളൂ. അതുകൊണ്ട് മത്സരത്തിൽ വിജയിച്ചവർക്കും പരാജയപ്പെട്ടവർക്കും കലാലോകത്ത് അവസരങ്ങൾ ഒരുപോലെയാണ്. അവസാനം കയ്യടി പാരമ്യത്തിലെത്തിച്ച് കൊല്ലത്തിന്റെ മനസ്സിനും നല്ല വാക്ക്. കൊല്ലം എല്ലാം കൊണ്ടും സമ്പുഷ്ടവും സമ്പന്നവുമാണ്. നല്ല മനുഷ്യരെ കൊണ്ടും സമ്പന്നമാണ്. നല്ല പ്രകൃതി സമ്പത്ത് കൊണ്ടും സമ്പന്നമാണ്. കൊല്ലം കണ്ടവൻ ഇല്ലം വേണ്ട എന്നാണ്. കാണാൻ കാത്തുനിന്ന 10,000ങ്ങളുടെ മനസ്സ് നിറച്ച് അവസാനം വരെ കാത്തുനിന്ന് കപ്പും കൈമാറി താരം മടങ്ങി. കലോത്സവ നഗരിയിൽ നിന്നും ടീം റിപ്പോർട്ടർ.